ഒരു ടെററിസ്റ്റ് ഇങ്ങനെ ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രിഗർ ഓപ്പറേഷൻ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഒരു ട്രിഗർ പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ സൗണ്ട് എത്ര സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ആ ഒരു സമയം കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പിൽ ഇവിടെ നിന്ന് ഫയർ ചെയ്ത് ഞാൻ ഉള്ളിൽ പോയി അങ്ങനെ ഒരു ടെററിസ്റ്റിനെ വഹിച്ചു. വേറൊരു ടെററിസ്റ്റിനെടുത്തിട്ട് നമ്മളൊരു ഫൈറ്റ് നടന്നു. അങ്ങനെ ആ ടെററിസ്റ്റ് അതിന് ഞാൻ എൻ്റെ ഒരു സെക്കൻഡറി വെപ്പൺ പിസ്റ്റളെടുത്ത് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിനും മുഖത്തുമാണ് ഫയർ ചെയ്തത്. പക്ഷേ ഫയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിലുള്ള ബെൽറ്റ്, ഇപ്പം നമ്മളെല്ലാം നോർമൽ ബെൽറ്റ് ഇട്ടുന്ന ഗ്രനേഡിൻ്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഗ്രനേഡ് പിടിച്ച് മേലേക്ക് എറിഞ്ഞു. അതും അവിടെ ഒരു മാക്സാണ്. അത് താഴെ വന്ന് ബ്ലാസ്റ്റ് ആയാലും 360 ഡിഗ്രി ആംഗിളിൽ അതിൻ്റെ ചെറിയ ചെറിയ ചില്ലുകൾ തെറിക്കും. അപ്പോൾ എനിക്ക് തോന്നി താഴെ വന്ന് ബ്ലാസ്റ്റായി ഞാൻ സ്പോട്ടിൽ മരിക്കുന്നപ്പോൾ ഞാൻ തലയിൽ ഇങ്ങനെ ഹെഡ് ചെയ്തു. പക്ഷേ എൻ്റെ തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റായി. തട്ടി അങ്ങനെ അകന്നിട്ട് അകറ്റാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഒരു 4 ഫീറ്റ് മുകളിൽ നിന്ന് അത് ബ്ലാസ്റ്റ് ആയപ്പോൾ അതിൻ്റെ ചെറിയ ഒരു സ്പ്ലിൻഡേഴ്സ് അതിൻ്റെ ഹെൽമെറ്റ് തകർത്തുകൊണ്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിലൂടെ ചെറിയ 3 സ്പ്ലിൻഡേഴ്സ് എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു ക്യാപ്റ്റൻ AK സിംഗ് സാർ അത് വരുന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ ഒരു സ്പ്ലിൻഡർ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ സ്പ്ലിൻഡർ പോയപ്പോൾ അയ്യോ എൻ്റെ കണ്ണ് പോയപ്പോൾ എന്ന് പറഞ്ഞ് ഓടുകയല്ല ചെയ്തത് അദ്ദേഹം. അതാണ് ഒരു കമാൻഡോ. മനേഷിനെ പെട്ടെന്ന് എടുക്കും, മനേഷ് നിലത്ത് വീണിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എൻ്റെ കമാൻഡോസ്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സബോർഡിനേറ്റ് എന്നെ എടുത്തുകൊണ്ട് പോയി. പിന്നീട് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഞാൻ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കുറേ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ്. സംസാരിക്കാൻ പറ്റും ആൾക്കാരെ കാണും, ചില ആൾക്കാരെ കാണും, എന്നാലും ഒരു പൂർണ്ണമായ ഒരു ബോധാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ആ സിറ്റുവേഷനിലൊന്നും. എനിക്ക് തോന്നുന്നത് 1-2 വർഷം, ഒരു 1.5 വർഷത്തോളം എനിക്കൊന്നും അങ്ങനെ പറഞ്ഞതോ കാര്യങ്ങൾ ചെയ്തതോ ഒന്നും ഓർമ്മയില്ല. എൻ്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. അപ്പോൾ ഈ അതിനൊക്കെ തരണം ചെയ്ത് ഈ സിറ്റുവേഷനിൽ